വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. നേരത്തെ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് അഫാൻ. സാമ്പത്തിക ബാധ്യത തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും മാതാവിനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അഫാൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുണ്ട്. റിനു ശ്രീധരാണ് വിവരങ്ങളുമായി ചേരുന്നത്. റിനു, ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. വിശദമായ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോഴും പോലീസ് എന്ന് തന്നെ വേണം കരുതാൻ. ഏറ്റവും നിർണായകമെന്ന് പറയാവുന്ന എന്തെങ്കിലും വിവരങ്ങൾ ചോദ്യം ചെയ്യലിനിടെ ലഭിച്ചിട്ടുണ്ടോ? അപർണ, രാവിലെ 11 മണിയോടുകൂടി നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 റിമാൻഡ് ചെയ്ത്, അതായത് അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ നൽകിയ അഫാന്റെ മൊഴി അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി, അതുപോലെ തന്നെ പാങ്ങോട്, വെഞ്ഞാറമൂട് SHO എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും തുടരുന്നത്. നേരത്തെ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് അഫാൻ. സാമ്പത്തിക ബാധ്യത തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോഴും നൽകാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് അഫാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പിതൃമാതാവിനെ കൊലപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് അഫാൻ ഇപ്പോൾ പറയുന്നത്. കൊലപാതക ദിവസം പണത്തിന് ആവശ്യമുണ്ടായിരുന്നു. സൽമ ബീവിയോട് മാല ആവശ്യപ്പെട്ടിട്ടും തരാൻ തയ്യാറായില്ല. പകരം നിരവധി തവണ ചോദിച്ചിട്ടും ആക്ഷേപമായിരുന്നു മറുപടി എന്നുള്ളതാണ് അഫാൻ ചോദ്യം ചെയ്യലിന് മറുപടിയായി നൽകിയിട്ടുള്ളത്. ഇതാണ് പിതൃമാതാവിനെ കൊലപ്പെടുത്തുവാൻ കാരണമെന്നും അഫാൻ പറയുന്നുണ്ട്. നാളെ അഫാനെ സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ച തെളിവെടുക്കും. നാളെ രാവിലെ 7 മണിയോടുകൂടി പാങ്ങോട്ടെ ഈ സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പ് നടത്തുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുക. എന്തായാലും ഇപ്പോൾ 8-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ, അതായത് പോലീസ് കസ്റ്റഡിയിൽ പ്രതി അഫാനെ വിട്ടു നൽകിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ നാളെ രാവിലെ 7 മണിയോടുകൂടി തെളിവെടുപ്പ് പൂർത്തിയാക്കി തുടർന്ന് കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടിയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തെളിവെടുപ്പ് പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്.